വിഖ്യാത കാർട്ടൂണിസ്റ്റ് അബു എബ്രഹാമിന് ആദരമർപ്പിച്ച് കൊച്ചിയിൽ സംഘടിപ്പിച്ച ചിത്ര പ്രദർശനം ചരിത്ര പഠിതാക്കൾക്കുള്ള പാഠപുസ്തകമാകുന്നു. സൽഭരണങ്ങളുടെയും ദുർഭരണങ്ങളുടെയും അടിയന്തരാവസ്ഥ കാലത്തിന്റെയും അനുഭവങ്ങൾ വരകളിൽ വിവരിക്കുന്ന അപൂർവ അനുഭവമാണ് ചിത്രപ്രദർശനത്തിൽ തെളിയുന്നത്. ലളിതകലാ അക്കാദമിയുടെ ഈ ചിത്രപ്രദർശനം കൊച്ചി ദർബാർ ഹാളിൽ ഏപ്രിൽ 21 വരെ ഉണ്ടാകും. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ നാൾവഴികളാണ് ഈ ഓരോ വരകളിലും തെളിയുന്നത്. കാലം മായിച്ചതും ഇന്ന് മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുന്നതുമായ അടിയന്തരാവസ്ഥക്കാലമടക്കം നിഷ്പക്ഷതയോടെ കണ്ട കണ്ണുകളുടെ പകർത്തിയെഴുത്തായും ഇതിനെ വിലയിരുത്താം. കഴിഞ്ഞുപോയ 100 വർഷം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമയമാണ്. ആ സമയം നമുക്ക് ഈ ചിത്രങ്ങളിലൂടെ വായിച്ചെടുക്കാൻ കഴിയും. കുറച്ച് ഹിസ്റ്ററി വായിച്ചവന് തീർച്ചയായിട്ടും ഇതിൻ്റെ തലങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. രാഷ്ട്രീയമായിട്ടുള്ള ചരിത്രം, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ചിരിക്കും ചിന്തകൾക്കും അവസരമൊരുക്കുന്നതോടൊപ്പം തന്നെ പറയാനുള്ളത് ഭയമില്ലാതെ ജനങ്ങളിലേക്ക് പകർന്ന വരകളാണ് ഇവ ഓരോന്നും. ചരിത്രത്തിൻ്റെ വിവിധ തലങ്ങളെ സൂക്ഷ്മതയോടുകൂടി പരിശോധിക്കാൻ കഴിയുന്ന, പ്രത്യേകിച്ചും ഇവിടെ അബുവിൻ്റെ ഒരു ലോകത്തിൽ അടിയന്തരാവസ്ഥയുടെ ലീലാവിലാസങ്ങൾ എന്ന് പറഞ്ഞൊരു ഏരിയ തന്നെ, ഒരു റൂം തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഭീകരത മനസ്സിലാക്കണം, അതിൻ്റെ പോറലും വെമ്പലും നമ്മുടെ കാഴ്ചക്കാർക്ക് കാഴ്ചവെച്ചിരിക്കുന്നത്. ഗാന്ധിജിയും നെഹ്റുവും ഇന്ദിരയും മൊറാർജി ദേശായിയും ജയപ്രകാശും ശാസ്ത്രിയും തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കൾ മുതൽ അന്നത്തെ ഗ്രാമീണ ജീവിതത്തിൽ എത്തി നിൽക്കുന്നതാണ് അബുവിന്റെ സൃഷ്ടികൾ. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പിറന്ന ഈ ചിത്രങ്ങൾ കാലാതിവർത്തിയായി ഇക്കാലത്തോടും സംവാദിക്കുമ്പോൾ ചരിത്ര രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് ഇതിൽ നിന്നും ആർജിക്കാനുള്ള അറിവ് ഏറെയാണ്. മലയാളികളുടെ അഭിമാനമായ അബു എബ്രഹാമിന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ചാണ് ലളിതകലാ അക്കാദമി ചിത്രപ്രദർശനം സംഘടിപ്പിച്ചത്. അടുത്ത മാസം 21-ാം തീയതി വരെയാണ് ഈ ഷോ. ഇനിയും വാക്ക് ത്രൂ ഉണ്ടായിരിക്കും, സ്ലൈഡ് ഷോസ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ വർക്ക്ഷോപ്സും ഉണ്ടായിരിക്കും. ക്യാമറാമാൻ മനു കൃഷ്ണയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.